എനിക്ക് ആ ട്യൂൺ കേട്ടപ്പോഴേ ഫസ്റ്റ് മന്നനെന്നാണ് വന്നത്. അപ്പം ഞാൻ മുജിബിനോട് ചോദിച്ചു ഇങ്ങനെ ഏതാണ് സൗണ്ടിങ് വേണ്ടത്, നമ്മൾ വവൽസ് ചോദിക്കാറുണ്ട്, ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അമ്മ മാ പിടിച്ചോ, അപ്പം ഞാൻ മന്നനെ നീ മാലേ മയങ്ങ മാ മമ്മൂട്ടിയാണല്ലോ. എനിക്ക് മമ്മൂക്കനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പൊ എനിക്ക് മന്നനെ എന്നുള്ള വേർഡ് മമ്മൂക്കാന്റെ ഫേസ്. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ മമ്മൂക്ക കേൾക്കുന്ന സോങ്സ് ആണേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, അപ്പൊ സിറ്റുവേഷൻ പറഞ്ഞത് ഇങ്ങനെയാണോ, കേൾക്കുന്ന സോങ്സിൽ ഒന്ന് എഴുതോ ചോദിച്ചു. അപ്പൊ ഞാൻ ഓക്കെ എഴുതാമെന്ന് പറഞ്ഞു. എനിക്ക് ട്യൂൺ അയച്ചു തന്നു. അപ്പൊ ട്യൂൺ അനുസരിച്ചിട്ട് ഞാൻ ഭയങ്കര കൂളായിട്ട് എഴുതി കൊടുത്തു. ഇതിന് പ്രീ റിലീസ് ഇവന്റിന് പോയി. അപ്പൊ അതിന്റെ തലേന്നാണ് ആക്ച്വലി ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സ്പോട്ടിഫൈയിൽ EP ഇറങ്ങിയിട്ടുണ്ട്, 5 സോങ്സ് ഉണ്ട്. അപ്പൊ ഞാൻ വലിയ സോങ് ആയിരിക്കും എന്ന് കരുതി കേൾക്കുമ്പോൾ എന്റെ സോങ് അതിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മുജീബ് ഇതിപ്പോ എല്ലാ സോങ്സും ഇങ്ങനെ തന്നെയാണല്ലോ. അതെ. അപ്പൊ ഇത്ര സോങ്സ് ആണോ ഉള്ളത്? അപ്പൊ അതെ. അപ്പൊ ഞാൻ സോങ് മൂവിയിൽ വരും. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഹരിത ഹരിബാബു ആണ്. ഹലോ. ഹലോ. എനിക്ക് തോന്നുന്നു കളങ്കാവൽ ഇറങ്ങിയപ്പോൾ അതിന്റെ കൂടെ ഒന്നുകൂടെ സെലിബ്രേറ്റ് ചെയ്ത് കേട്ട ഒരു പേരായിരിക്കും അല്ലേ ഇത്? ആയിരിക്കും, അറിയില്ല. ആക്ച്വലി ഈ ജേർണി തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി, പക്ഷെ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത് കളങ്കാവൽ ഇറങ്ങിയതിന് ശേഷമല്ലേ? അതെ തോന്നുന്നു. അപ്രിസിയേഷൻസ് ഒക്കെ എങ്ങനെ വരുന്നു? നല്ല രീതിയിൽ കോളൊക്കെ വരുന്നുണ്ട്. നേരത്തെയൊക്കെ ടെക്സ്റ്റ് ചെയ്ത് ഫ്രണ്ട്സ് പറയായിരുന്നു ഇങ്ങനെ കൊള്ളാൻ പാട്ട് കേട്ടു. ഇപ്പൊ എന്നെ വിളിക്കും എല്ലാ ദിവസവും ഒരു 5 കോൾ വെച്ചിട്ട് ഫ്രണ്ട്സ് വിളിച്ചിട്ട് സോങ്ങിനെ പറ്റി നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷം. സ്കൂളിലെ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് ഒക്കെ വിളിക്കാറുണ്ട്. പണ്ടുള്ള ആളുകളൊക്കെ ഓർത്തെടുത്ത് അവര് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനാണ് എഴുതിയതെന്ന്. അപ്പൊ ഞാൻ ഓൾറെഡി ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട്, ഏത് സോങ് ഇറങ്ങിയാലും ബ്രോഡ്കാസ്റ്റ് ചെയ്ത് അയക്കാറുണ്ട്. പക്ഷെ ഇതിപ്പോ അവര് മൂവി കണ്ട് ഫിലിം സോങ് ഇങ്ങനെ റീൽസിലൊക്കെ കണ്ട് അങ്ങനെ ഹരിത എന്നുള്ള പേര് കണ്ടിട്ട് അവർ വിളിച്ചത്. അപ്പൊ ഭയങ്കര സന്തോഷം. അവരറിഞ്ഞില്ല പറഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷം. ആയുർവേദ ഡോക്ടറാണ് ഒരു സൈഡിൽ പ്രൊഫഷൻ, അപ്പുറത്തെ സൈഡിൽ പാഷൻ. അപ്പൊ ഇത് രണ്ടുകൂടെ ഇങ്ങനെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു ജേണി അത് കുറച്ച് ടഫായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അങ്ങനെയാണ് ഞാൻ കരുതിയത്. പക്ഷെ കുഴപ്പമില്ല, രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ആയുർവേദ എമർജൻസി മെഡിസിൻ കുറവാണ് നമുക്ക് അങ്ങനെ എൻക്വയറി വരുന്നത്. അപ്പം ഞാൻ OP കൺസൾട്ടൻറ്റുമാണ്. അതുകൊണ്ട് എനിക്ക് വീക്ക്ലി വൺസ് ഒക്കെയാണ് ഞാനിപ്പോൾ പേഷ്യൻസിന് അപ്പോയിൻമെൻറ്റ് കൊടുത്ത് അങ്ങനെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരത്തെ പോലെ ഫുൾ ടൈം ഡോക്ടറായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റണില്ല. പക്ഷെ എപ്പോഴൊക്കെ പറ്റുന്നുണ്ടോ അപ്പോഴൊക്കെ അപ്പോയിൻമെൻറ്റ് അനുസരിച്ചിട്ട് പോകുന്നുണ്ട്. ഈ കളങ്കാലിന് ശേഷം എൻ്റെ വഴി അല്ലെങ്കിൽ ഓൾറെഡി പാഷൻ ആണല്ലോ, അപ്പൊ ഇനി ഞാൻ ഒരു ഇങ്ങനെ ഈ രംഗത്ത് തന്നെ നിൽക്കാം എന്നുള്ള, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇനി കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു? അതായത് ഞാൻ 4 വർഷം മുന്നെയാണ് ഈ ഡിസിഷൻ എടുക്കുന്നത്, ലിറിസിസ്റ്റ് എന്ന പ്രൊഫഷനിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. അതുവരെ ഞാൻ 7 to 7 ഡ്യൂട്ടി എടുത്തിരുന്ന ആളാണ് ആയുർവേദ ഡോക്ടറായിട്ട്. ഇപ്പം 8 വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ആ ഡിസിഷൻ എടുത്ത സമയത്തെ എനിക്കറിയായിരുന്നു ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരിച്ചു പോകേണ്ടി വരില്ല എന്നൊരു കോൺഫിഡൻസ് അന്ന് തോന്നിയിരുന്നോണ്ടാണ് ഈ സ്റ്റെപ്പ് എടുത്തത്. അപ്പം വീട്ടുകാർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും എന്നൊക്കെ. പക്ഷെ എന്തോ നമുക്ക് എവിടെയോ ഇങ്ങനെ ഉള്ളിൽ നിന്ന് പറയില്ലേ നമുക്ക് ഈ ഒരു ഇതിൽ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുമെന്ന്. അതുകൊണ്ടാണ് സ്റ്റെപ്പ് വെച്ചത് പോലും. അപ്പോൾ ഡിസിഷൻ അന്നേ ഉണ്ടായിരുന്നു. പിന്നെ എവിടെ എത്തുമെന്നൊരു അൺസർട്ടനിറ്റി എല്ലാ കലാകാരന്മാരെ എന്ന പോലെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു 3 years കൊണ്ട് അത്യാവശ്യം നല്ല സോങ്സ് നല്ല മ്യൂസീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ ഇങ്ങനെ കോൺഫിഡൻസ് കൂടുന്നുണ്ട്. കളങ്കാവലായപ്പോൾ കുറച്ചും കൂടെ സമാധാനമായി, അങ്ങനെയാണ് പറയേണ്ടത്. അതെ, നമ്മൾ റൈറ്റുള്ള ട്രാക്കിലാണ് പോകുന്നത്. അതെ അതെ. അപ്രീസിയേഷനെക്കാട്ടിലും അക്സെപ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മൾക്കൊരു സോങ് തരുമ്പോഴുള്ള മ്യൂസീഷ്യൻ്റെ നമ്മളിലുള്ള വിശ്വാസമൊക്കെ കൂടുന്നതും ഈ വർക്ക് കാരണം വേറൊരു വർക്ക് വരുന്നതും, അങ്ങനെ ഒരു മൗത്ത് പബ്ലിസിറ്റി വന്നിട്ട് ഒക്കെ ഹരിതയ്ക്ക് കൊടുത്താൽ ഹരിത അങ്ങനെ എഴുതും എന്ന് പറയുന്നൊരു ലെവലിൽ എത്തിയെന്ന് ചെറുതായിട്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ 2 വർഷങ്ങളാണ്. അതുവരെ ഭയങ്കര ഹിറ്റൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം 2 വർഷം മുന്നെയാണ് എന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സോങ് ഇറങ്ങിയത്. അപ്പം നമുക്ക് സന്തോഷമായി, അങ്ങനെ മുന്നിട്ട് തന്നെ പോകാന്നുള്ള തീരുമാനത്തിലെത്തി. ഈ എഴുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞു മുതലേ നമ്മുടെ കൂടെ ഉള്ള സംഭവമായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ കണ്ടു കോളേജിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വരികൾ എഴുതുന്നത്. അതെ അതെ. അപ്പൊ സ്കൂൾ ടൈമിലൊക്കെ എഴുത്തും പരിപാടികളൊന്നും ഉണ്ടായിരുന്നു? എഴുത്തൊരു 7th തൊട്ടേ ഞാൻ എഴുതുന്നുണ്ട്. പക്ഷെ വരികൾ എഴുതുന്നത് കോളേജ് സമയത്താണ്. എൻ്റെ ഒരു സീനിയർ ഉണ്ട് അങ്കുഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്കുഷ് ഏട്ടൻ ഹരിത ഒരു സോങ് ഉണ്ട്, നീ ഒന്ന് ലിറിക്ക് എഴുതുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേട്ടാ ഞാൻ പോയം എഴുതും, കവിത എഴുതും, ഉപന്യാസം എഴുതും, പക്ഷെ എനിക്ക് വരികൾ എഴുതാൻ അറിയുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഭയങ്കര ലിറിക് ഒബ്സസ്ഡ് ആണ്. പണ്ട് തൊട്ടേ കുറേ പാട്ടുപുസ്തകങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ച്
അതിൽ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എഴുതി വെക്കുന്ന ഒരു ഡയറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ആ സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള കുറേ ലിറിസിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കരുതും ഇവരെങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് കുറേ വരികൾ നമുക്ക് ഇഷ്ടമുള്ളതുണ്ടല്ലോ. അപ്പം അതൊക്കെ എനിക്ക് കാണാതെ അറിയാം. ഞാനൊരു ഇന്റർവ്യൂല് കണ്ടു സന്യാസിനിയെ കുറിച്ചിട്ട് ഇങ്ങനെ കാര്യമായിട്ടിരുന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഓക്കെ, അതായത് ഇങ്ങനത്തെ കഴിവുള്ളവർക്കായിരിക്കും മേ ബി ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നമുക്കിപ്പോ ആ സിറ്റുവേഷനിൽ ഓക്കെ നമ്മൾ ശോകമായിട്ടിരിക്കുകയാണെങ്കിൽ ആ ഫീല് കിട്ടുന്നുള്ളതല്ലാതെ നമ്മൾ ഇങ്ങനെ ഇത്രയും വരികളുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്ന സ്വഭാവം പണ്ടേ ഉള്ളത് കൊണ്ടായിരിക്കാം ഇയാളിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. പക്ഷെ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ട്യൂൺ അനുസരിച്ചായിരുന്നു വരികൾ എഴുതേണ്ടിയിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞാൻ തുടങ്ങിയതേ അങ്ങനെയാണ്, ട്യൂൺ അനുസരിച്ചിട്ടാണ് വരി എഴുതിയത്. അപ്പോൾ അത് ഓക്കെ ആയി. പിന്നെ അത് ത്രൂ ആണ് മറ്റെല്ലാ വർക്കും എനിക്ക് വന്നത്. അപ്പം ഞാൻ അങ്കുഷേട്ടനോട് ഭയങ്കര താങ്ക്ഫുൾ ആണ്. കാരണം എനിക്കിത് പറ്റുമെന്ന ഉള്ളൊരു വിശ്വാസത്തിലാണല്ലോ ആളിത് തരുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം, ഒരു എന്താ പറയുക, അംഗീകാരം ഭയങ്കര വലുതായിരുന്നു. പിന്നെ കോളേജിൽ ഞാൻ സ്റ്റോറിയൊക്കെ എഴുതും മാഗസിൻസിൽ. സ്കൂളിൽ സ്റ്റോറി റൈറ്റിംഗ് എല്ലാം ലിറ്ററേച്ചർ ഫെസ്റ്റിനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അവർക്കും അറിയില്ല ലിറിക്കിലേക്ക് വരുമെന്ന്. ഇപ്പം എൻ്റെ സാറുമാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഇതിലേക്ക് നമ്മൾ കളങ്കാവലിലേക്ക് നേരത്തെ മജീദുമായിട്ടുള്ള ഒരു നിങ്ങളുടെ ഒരു കോംബോ വർക്ക്ഔട്ട് ആയിരുന്നു. അതെ അതെ അതെ, അതിൽ നിന്ന് തന്നെയാണോ ഇതിലോട്ട് വരുന്നത്? അതെ അതെ. മുജീബിന് എനിക്ക് 1744 വൈറ്റ് ടോൾട്ടോ മുതൽ അറിയാം. മുജീബ് ആ മൂവിയിലേക്ക് ഒരു മലയാളം സോങ് ഉണ്ടായിരുന്നുള്ളൂ, തീയെ എന്നുള്ള സോങ്. തീയെ ഉരുവം എന്നാണ് എൻ്റെ പേര്. ആനാമിയ പാടിയ. അപ്പം മുജീബ് അന്ന് എനിക്ക് വർക്ക് തന്നു. ആ പാട്ട് അധികം പേര് കേട്ടോന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല, കാരണം പടം OTT വന്നിട്ടില്ല ഇതുവരെ. അത് കഴിഞ്ഞിട്ട് മുജീബിൻ്റെ ഒരു ഹിന്ദി സോങ് ഞാൻ എഴുതിയിട്ടുണ്ട്, കുതിപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒക്കെ എനിക്കറിയാം ആളുടെ സൗണ്ടിങ്ങിലുള്ള പാഷൻ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതിയാൽ ആൾക്ക് ഇഷ്ടമാകും നമുക്കറിയാം. അപ്പം ഇത് 3ാമത്തെ വർക്കാണ്. അപ്പോഴും എനിക്ക് ഇതിനിടയ്ക്കൊരു വർക്ക് വന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, 2 വർക്ക് വന്ന് എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വിട്ടുപോയ വർക്ക്സാണ്. അപ്പം മുജീബ് പറഞ്ഞു എഴുത് ഹരിത നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇത് തന്നത്. തമിഴാണല്ലോ. അപ്പം ഞാൻ മലയാളം പടത്തിൽ തമിഴ് സോങ് ആണോ എന്ന് ചോദിച്ചു. എനിക്ക് ആരുടെ മൂവിയാണെന്നൊന്നും അറിയില്ല. ഇല്ല, എന്നോട് പറഞ്ഞു ഒരു തമിഴ് സോങ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എഴുതാം. ഞാൻ സാൻസ്ക്രിറ്റും മലയാളമാണ്. അത് ചോദിക്കാൻ വേണ്ടി മലയാളം, തമിഴ്, ഇപ്പൊ സാൻസ്ക്രിറ്റ്, ഹിന്ദി ഉണ്ടല്ലേ? ചെറുതായിട്ട്. അങ്ങനെയല്ല, സാൻസ്ക്രിറ്റ് എന്റെ ലാംഗ്വേജ് ആണ്. എന്റെ ബേസ് ലാംഗ്വേജ് സാൻസ്ക്രിറ്റ് ആണ്. ഞാൻ മലയാളത്തിനെക്കാട്ടിലും ഫസ്റ്റ് ലാംഗ്വേജ് സാൻസ്ക്രിറ്റ്. ആയുർവേദം പഠിക്കുമ്പോൾ അതാണോ കൂടുതൽ? അല്ല, ഞാൻ 5th തൊട്ട് സാൻസ്ക്രിറ്റ് ആണ് ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജ് സാൻസ്ക്രിറ്റ് ആണ്, സെക്കൻഡ് ലാംഗ്വേജ് ആണ് മലയാളം. സെക്കൻഡ് ഇംഗ്ലീഷ് ആണ്. മലയാളം സബ്ബായിരുന്നു നമുക്ക്. അങ്ങനെയാ, സെക്കൻഡ് പേപ്പറാണ് മലയാളം വരിക. ICSE ആയിരുന്നു? അല്ല, സ്കൂളിൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് സാൻസ്ക്രിറ്റ്, സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഈ ഫസ്റ്റ് ലാംഗ്വേജിന്റെ സബ്ബായിട്ട് വരും. ഇങ്ങനെ മലയാളം സെക്കൻഡ് പേപ്പർ ഉണ്ട്, അതിൽ സ്റ്റോറീസ് ഒക്കെ ഉള്ളത്. അപ്പോൾ സാൻസ്ക്രിറ്റ് എനിക്ക് കോൺഫിഡൻസ് ഉള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ MA ലിറ്ററേച്ചർ എടുക്കാം, സാൻസ്ക്രിറ്റ് എടുക്കാം എന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വീട്ടുകാർക്ക് നമ്മളെ ഡോക്ടർ ആക്കണം, നമുക്ക് സംസ്കൃതം ഇഷ്ടമാണ്. ആ ഒരു ടൈമിൽ എഞ്ചിനീയർ, ഡോക്ടർ, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ അങ്ങനെ ഫോളോ ചെയ്ത് പോകുമായിരുന്നല്ലോ. അതെ, മാത്രമല്ല എനിക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഡോക്ടർ ആവണം എന്ന് തോന്നിയപ്പോൾ തന്നെ ഒരു ഹെർബൽ, അങ്ങനെ ഒരു ആയുർവേദം മൂഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ ആണെങ്കിൽ ആയുർവേദ ഡോക്ടർ. കാരണം എൻ്റെ കസിൻ ചേച്ചി ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ എനിക്ക് ടെക്സ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഫുൾ സാൻസ്ക്രിറ്റ് ആണ് ഉള്ളത്. അപ്പോൾ സാൻസ്ക്രിറ്റ് ഇഷ്ടമുള്ളത് കൊണ്ടും ബയോളജി ഇഷ്ടമുള്ളത് കൊണ്ടും ആയുർവേദം എടുത്തതാണ്. അല്ലാതെ ആയുർവേദം ആയിട്ട് ഞാൻ സാൻസ്ക്രിറ്റ് പഠിച്ചതല്ല നേരത്തെ തൊട്ടേ. അപ്പോൾ അതുകൊണ്ട് സംസ്കൃതത്തിൽ എഴുതാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതിൻ്റെ കൂടെ മലയാളം നമുക്ക് അറിയാലോ, എപ്പോഴും യൂസ് ചെയ്യണതാണ്, എപ്പോഴും വായിക്കുന്ന. തമിഴ് പക്ഷെ എനിക്ക് അറിയില്ല, എനിക്ക് എഴുതാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷെ എപ്പോഴും കേൾക്കുന്ന സോങ്സ് തമിഴാണ്. തമിഴ് സോങ്സ് തന്നെ കേട്ടായിരിക്കും എനിക്ക് എഴുതണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഭയങ്കര പോയറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജ് അല്ലേ. അപ്പം എഴുതണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ട് ഞാനൊരു ഹിന്ദി സോങ് എഴുതിയിട്ടുണ്ട് ഒരാൾക്ക്. പിന്നെ അനന്ത് ഗോപി എന്ന് പറഞ്ഞ വേറൊരു നമ്മുടെ സിംഗർ ഉണ്ട്. അപ്പോൾ ആൾക്ക് ഞാൻ തമിഴ് എഴുതിയിട്ടുണ്ട്. അപ്പം മുജീബിന് അറിയാം, എൻ്റെ വർക്ക്സ് അറിയാം. അപ്പം ട്രൈ ചെയ്യുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എഴുതിയതാണ്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു കളങ്കാവൽ എന്ന് പറയുന്ന വലിയൊരു മൂവിയാണെന്നൊന്നും അറിയില്ല. അതിന്റെ പാർട്ടാവാൻ ഒന്നും അറിയില്ല. RRന്റെ കൂടെ വരുന്ന സോങ്സ് ആണെന്നാണ് ഞാൻ കരുതിയത്. 1 മിനിറ്റ് സോങ് അല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ കരുതി RRന്റെ കൂടെ ഇങ്ങനെ ലാംഗ്വേജസ് മാറി. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ മമ്മൂക്ക കേൾക്കുന്ന സോങ്സ് ആണേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ സിറ്റുവേഷൻ പറഞ്ഞത് ഇങ്ങനെയാണോ? വാക്ക്മാനിൽ കേൾക്കുന്ന സോങ്സിൽ ഒന്ന് എഴുതോ ചോദിച്ചു.
അപ്പോൾ ഞാൻ ഓക്കെ എഴുതാമെന്ന് പറഞ്ഞു. എനിക്ക് ട്യൂൺ അയച്ചു തന്നു. അപ്പോൾ ട്യൂൺ അനുസരിച്ചിട്ട് ഞാൻ ഭയങ്കര കൂളായിട്ട് എഴുതി കൊടുത്തു. ഏത് മൂഡ് പിടിക്കണം എന്ന് പറഞ്ഞായിരുന്നു? ഇല്ല, റെട്രോ മൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അല്ലാതെ ലിറിക്കലി അങ്ങനെ മൂഡ് കൺവേ ചെയ്യണം എന്നൊന്നുമില്ല. ഈ ട്യൂൺ കേട്ടിട്ട് എന്താ തോന്നണേ അങ്ങനെ എഴുതിക്കൊള്ളാനാ പറഞ്ഞത്. അപ്പോൾ അത് എനിക്ക് ആ ട്യൂൺ കേട്ടപ്പോഴേ ഫസ്റ്റ് മന്നനെന്നാണ് വന്നത്. അപ്പോൾ ഞാൻ മുജിബിനോട് ചോദിച്ചു, ഇങ്ങനെ ഏതാണ് സൗണ്ടിങ് വേണ്ടത്? നമ്മൾ വവൽസ് ചോദിക്കാറുണ്ട്, ഞാൻ ചോദിക്കാറുണ്ട്. ഇപ്പം ആയിൽ എൻഡ് ചെയ്യണോ ഈയിൽ എൻഡ് ചെയ്യണോ അങ്ങനെ ചോദിക്കാറുണ്ട്. സൗണ്ടിങ്ങിൽ കുറച്ച് ഞാൻ കോൺഷ്യസ് ആവാറുണ്ട്. അപ്പം മുജിബ് ആ പിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മ മാ പിടിച്ചോ. അപ്പം ഞാൻ മന്നെ നീ മാലേ മയങ്ങ മാ മമ്മൂട്ടിയാണല്ലോ. എനിക്ക് മമ്മൂക്കനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പൊ എനിക്ക് മന്നനെ എന്നുള്ള വേർഡ് മമ്മൂക്കാന്റെ ഫേസ് എനിക്ക് അന്നേ അത് രജിസ്റ്റർ ആയി. പക്ഷെ ഇതിങ്ങനെ കയറുന്നൊന്നും അറിയില്ല. ഏതോ ആറിന്റെ കൂടെ വരുന്ന സോങ്സ് എന്നാണ് എൻ്റെ മനസ്സിൽ. പിന്നീടാണ് ഞാൻ അറിയണത് ഈ സോങ്സ് എല്ലാം ചെറിയ ചെറിയ സോങ്സ് ആണ്. ഇതെല്ലാം റിവ്യൂ കാണുമ്പോഴാണോ മനസ്സിലായത്? ഞാൻ മൂവി കാണുമ്പോഴാണ് ആക്ച്വലി. പോയില്ലായിരുന്നു? ഇല്ല, ഞാൻ ഇതിന് പ്രീ റിലീസ് ഇവന്റിന് പോയി. അപ്പൊ അതിന്റെ തലേന്നാണ് ആക്ച്വലി ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സ്പോട്ടിഫൈയിൽ EP ഇറങ്ങിയിട്ടുണ്ട്, 5 സോങ്സ് ഉണ്ട്. അപ്പൊ ഞാൻ വലിയ സോങ് ആയിരിക്കും എന്ന് കരുതി കേൾക്കുമ്പോൾ എന്റെ സോങ് അതിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, മുജീബ് ഇതിപ്പോ എല്ലാ സോങ്സും ഇങ്ങനെ തന്നെയാണല്ലോ. അതെ. അപ്പൊ ഇത്ര സോങ്സ് ആണോ ഉള്ളത്? അപ്പൊ അതെ. അപ്പൊ ഞാൻ സോങ് മൂവിയിൽ വരും. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല സീരിയസ്ലി. പിന്നെ നിലാക്കായും എന്നുള്ള സോങ്ങിന്റെ ലിറിക്കൽ വീഡിയോ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മന്നനെ ശ്രദ്ധിക്കപ്പെടുമെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പൊ ഞാൻ മുജീബിനോട് വിളിച്ചിട്ട് എന്നെ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ടല്ലോ എന്ന്. സ്പോട്ടിഫൈയിൽ ഈ EP ഇറങ്ങിയ സമയത്ത് എനിക്ക് കുറെ എല്ലാവരും എന്നെ വിളിച്ചിട്ട് മന്നനെ സോങ് നീയാണോ എഴുതിയത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, നന്നായിട്ടുണ്ട് പറയാൻ വിളിച്ചാ പറഞ്ഞു. അപ്പം ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിലീസിന് ഒരു 3 ദിവസം മുന്നേ ഈ പാട്ട് ഇങ്ങനെ ആൾക്കാർ കേൾക്കുന്നുണ്ട്. മമ്മൂക്കാൻ്റെ ഫേസിൽ ഫോട്ടോ വെച്ചിട്ടുള്ള റീൽസ് വരുന്നുണ്ട്. ആൾക്കാരൊക്കെ എന്നെ കൊളാബ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കൊക്കെ മന്നനെ മമ്മൂക്ക ഇതാണ് എൻ്റെ ഹാപ്പിനെസ് അതായിരുന്നു. അപ്പം ഞാൻ മുജിബിനോട് ഭയങ്കര താങ്ക്ഫുള്ളാണ്. കാരണം എന്നെ ചൂസ് ചെയ്ത് ബാക്കി 4 സോങ്സ് വിനായകനാണ് കൊടുത്തിരുന്നത്. അപ്പോൾ വിനായകൻ ഓൾറെഡി വർക്ക്സ് അവർ ഇങ്ങനെ അറിയാം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു സോങ് എനിക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കരുതിയത് ഒരാൾ ലിറിസിസ്റ്റ് മൂവിയുടെ സോങ്സ് ഒക്കെ എഴുതുന്നു, ഞാൻ RRന്റെ കൂടെ സോങ്സ് എഴുതണു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എല്ലാം ഇങ്ങനെ തന്നെ ആണെന്നുള്ളത് എനിക്ക് പ്രീ റിലീസ് ഇവന്റിനാണ് മനസ്സിലായത്. ആക്ച്വലി അതിന്റെ തലേന്ന്. അപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇത്രയും വലിയ സംഭവം ഞാൻ അറിഞ്ഞില്ല. കാരണം അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ കുറച്ചുകൂടെ ഭംഗിയാക്കായിരുന്നു. അങ്ങനെയല്ല, നമ്മൾ എല്ലാത്തിനും ഒരേ എഫേർട്ട് ഇടണം. പക്ഷെ ഇത് RRന്റെ കൂടെയുള്ള സോങ് അല്ലേ. അപ്പൊ അങ്ങനെ പോകുന്ന ഇതില്ല. മുജീബ് പറഞ്ഞു എടോ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായി, ഇനി മാറ്റണ്ടെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ നന്നാക്കാനുണ്ടോ അറിയില്ല. എനിക്ക് ഇന്നും ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് കുറച്ച് മുന്നേ എൻ്റെ പഴയ ഒരു മ്യൂസിക് ഡയറക്ടറുടെ കോള് വന്നിട്ട് നന്നായിട്ടുണ്ട് ഹരിത, നല്ല സൗണ്ടിങ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ മന്നനെ നീ മാലയും മയങ്ങ മാമ എന്നുള്ള സൗണ്ടിങ് ആയിരിക്കാം അവർക്ക് ഇഷ്ടമാവുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി അതിന്റെ ഒരു ഡ്രം ഡ്രോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പ്രോഗ്രാമറെ വിളിച്ച് പറഞ്ഞു നല്ല രസമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ആ ചേച്ചിന്റെ വോയിസിൽ അത് വന്നപ്പോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി. ആ വിന്റേജ് വോയിസും ആ ഒരു സംഭവം എല്ലാം കൂടെ കറക്റ്റ് ആയിട്ട്. ആ എന്നോട് റെട്രോ മൂഡെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ മന്നനെന്ന് എഴുതി കഴിഞ്ഞപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, മാറ്റണോ, ഏതെങ്കിലും പാട്ട് പോലെ തോന്നോ. അപ്പം മുജീബ് പറഞ്ഞില്ല അത് കുഴപ്പമില്ല, നമുക്ക് അങ്ങനത്തെ ഒരു മൂഡ് തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം ഞാനും ഹാപ്പിയായി, മുജീബ് ഹാപ്പി. പക്ഷെ ഇറങ്ങിയെന്ന് വരെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയാണ് സോങ്ങിന്റെ പ്ലേസ്മെന്റ് വരാന്ന്. അപ്പോൾ ഇറങ്ങിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. മമ്മൂക്കയെ കണ്ടോ? മമ്മൂക്ക പ്രീ റിലീസ് ഇവന്റിന് കണ്ടു, ഷേക്ക് ഹാൻഡ് ഒക്കെ തന്നു. നമുക്ക് സ്റ്റേജിൽ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു എനിക്കും വിനായകനും. അപ്പൊ അങ്ങനെയും ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ പറയണ എനിക്ക് തമിഴ് എഴുതാൻ പറ്റുമെന്ന് പോലും അറിയില്ലായിരുന്നു. ഹിന്ദി സോങ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത്ര വലിയൊരു മൂവിയിൽ നമ്മൾ ഇങ്ങനെ ഒരു സോങ്ങിന്റെ ഭാഗമാകുന്നു എന്നൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എഴുതി കഴിഞ്ഞപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഈ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു, പാൻ ഇന്ത്യൻ ആക്ച്വലി ഞാൻ ഹിന്ദി ആഡ്സ് എഴുതിയിട്ടുള്ളൂ, മൂവിയിലൊന്നും എഴുതിയിട്ടില്ലേ. പക്ഷെ ഹിന്ദി മൂവിയിൽ സംസ്കൃത ലിറിക്സ് എഴുതിയിട്ടുണ്ട്. ജസ്റ്റിന് വേണ്ടിയിട്ട് സ്ത്രീ 2 എഴുതിയിട്ടുണ്ട്. അപ്പൊ സാൻസ്ക്രിത് എനിക്ക് കോൺഫിഡൻ്റ് ആണ്, മലയാളം കോൺഫിഡൻ്റ് ആണ്. സൗണ്ടിങ് എനിക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്, സംസ്കൃതം മലയാളം. പക്ഷെ തമിഴിൻ്റെ സൗണ്ടിങ് നമുക്ക് അറിയില്ലല്ലോ, ആദ്യമായിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് വരികയെന്ന്. അതിൻ്റെ ഒരു ചെറിയൊരു കേവസ് ഉണ്ടായിരുന്നു. പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ ഇപ്പം ഇഷ്ടമാണ്.
കൂടുതൽ ഇഷ്ടം പ്രണയഗാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനാണോ? എനിക്ക് വരുന്നത് കൂടുതലും വിരഹം പ്രണയമൊക്കെ തന്നെയാണ്. ഇഷ്ടമെന്നില്ല. ലല്ലബൈസ് എഴുതിയിട്ടുണ്ട്. ഒരു കുറച്ചൊരു കെയോട്ടിക് ആയിട്ടുള്ള ഇപ്പൊ കുതിപ്പ് എന്ന് പറയുന്ന സോങ് ഉണ്ട്, മുജീബിന്റെ തന്നെയാണ്. അത് ഒരു ട്രാവൽ പോലെയാ. അപ്പൊ അതിങ്ങനെ ടിക്കട്ട അങ്ങനെ ഭയങ്കര പാക്ഡ് ആയിട്ടുള്ള ലിറിക്സ് ആണ്. അപ്പൊ സൗണ്ടിങ്ങും കട്ടപ്പട്ട എന്നൊക്കെയാണ്, ലിറിക്സും അങ്ങനെ തന്നെയാണ്. അപ്പം മുജീബ് പറഞ്ഞു ഇതൊക്കെ പറ്റുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു. എല്ലാ ജോണറും പോകണം എന്നാണ് ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറ്റിയ നല്ലത്. ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂല് കണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട പ്രണയഗാനം ഏതാന്ന് ചോദിച്ചപ്പോ ഭയങ്കര, അതായത് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ആൻസർ കിട്ടി, മരണം എത്തുന്നത്. ഞാൻ ഓക്കെ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, നമ്മുടെ ഫേവറേറ്റ് സോങ്, നമ്മുടെ പ്ലേലിസ്റ്റിൽ ആ പാട്ടുണ്ട് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ പ്രണയഗാനം എന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകൊച്ചി അല്ലെങ്കിൽ ഒരു സ്ത്രീ അത് പറയോ എന്ന് എനിക്കറിയില്ല. ആ പാട്ടില് അല്ലെങ്കിൽ ആ കവിതയില്, റഫീഖ് അഹമ്മദിന്റെ കവിതയാണ്, ആ കവിതയിൽ ആകെ മരണം എന്നൊരു വേർഡ് മാത്രമേ നെഗറ്റീവായിട്ട് വരുന്നുള്ളൂ. ആക്ച്വലി ഭയങ്കര റൊമാൻറ്റിക് സോങ് ആണത്. ഒരു സ്വരം പോലും ഇനി എടുക്കാത്ത, എന്താണ്, എനിക്ക് അതിൻ്റെ ഓരോ വരികളും ഞാനിങ്ങനെ കീറി മുറിച്ച് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇതിലും നന്നായിട്ട് വേറൊരാളോട് നമുക്ക് പ്രണയം പറയാൻ പറ്റില്ല. ഞാൻ റഫീഖയോട് ചോദിച്ചു, നിങ്ങളിത് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലാരെങ്കിലും ഉണ്ടായിരുന്നോ അതോ ഇമാജിനേഷൻ ആണോ? നമ്മൾ ആക്ച്വലി ഫ്രണ്ട്സാണ്, ഞാൻ റഫീഖ് എപ്പോഴും ഞാൻ വിളിക്കാറുള്ള മനുഷ്യനാണ്. അപ്പം ആള് പറഞ്ഞു ഇല്ല, ഇമാജിനേഷൻ ആയിരുന്നു എന്ന്. അപ്പം ഞാൻ ഇമാജിനറി പ്രണയം ഇങ്ങനെയാണെങ്കിൽ റിയൽ എന്തായിരിക്കും റഫീഖ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രയും ഒരു കവിതയുണ്ട് റഫീഖയുടെ, അതും ഞാൻ എപ്പോഴും കേൾക്കുന്നതാ. മരണമെത്താൻ നേരത്തെ ഞാൻ എപ്പോഴും വീട്ടിലൊക്കെ വെക്കുമ്പോൾ അമ്മ പറയും ഇതൊന്ന് മാറ്റുമെന്ന് ചോദിക്കും. നമുക്കത് ആക്ച്വലി ആ മരണം സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം മേ ബി. അതുകൊണ്ട് മാത്രം ഈ പറയുന്ന പോലെ മരണം എത്തുന്ന സമയം വരെ നമ്മുടെ കൂടെ പാർട്ട്ണർ വേണം എന്ന് പറയുന്നത് ഡെപ്ത്. അതെ. എനിക്കതിൽ കുറേ വരികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ ഇരുന്ന് ഡീകോഡ് ചെയ്യും. ചില ഇഷ്ടമുള്ള പാട്ടുകൾ ഇരുന്ന് ഡീകോഡ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇതെന്താണ് മൃണ്മയ മനോജ്ഞം എന്നൊക്കെ, നമ്മുടെ പൂവായി വിരിഞ്ഞു സോങ്ങിൻ്റെ ക്ലൈമാക്സ് ലാസ്റ്റ് ലൈനിൽ ഒരു മൃണ്മയ മനോജ്ഞമുടൽ എന്ന് പറഞ്ഞിട്ടൊരു ലൈനുണ്ട്. അപ്പം ഞാനിരുന്ന് മൃണ്മയ മനോജ്ഞമുടൽ വീണുടയുകില്ലേ ഉണ്മയതിനുള്ളിൽ എരിയുന്ന കടദീപം. അപ്പം ഞാൻ അതിനെപ്പറ്റി ഇരുന്ന് ഡീകോഡ് ചെയ്യും. അപ്പം ഈ കടദീപം എന്താണെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ റഫീഖാനെ വിളിച്ചു, എൻ്റെ മലയാള സാറിനെ വിളിച്ചു. അങ്ങനെയൊക്കെ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. നമ്മുടെ ജോലി ഇത് തന്നെ ആണ്. പക്ഷെ ഞാൻ പണ്ടോട്ടെ ഇങ്ങനെയാണ് ഇഷ്ടമുള്ള സോങ്സിൻ്റെ മീനിങ്സ് നോക്കി അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടായിരിക്കാം ഇപ്പം എഴുതുമ്പോൾ ഇതിങ്ങനെ പോസിബിൾ ആവുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ മരണമെത്തുന്ന നേരത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത് കേട്ടാൽ വിഷമം വരില്ല. ഭയങ്കര എനിക്ക് പ്രണയമാണത്. അത് വേറെ ആർക്കും ഇഷ്ടമല്ല. ഞാനിപ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സിനോട് ആ പാട്ടൊന്ന് വെക്കുമോ, മിണ്ടാണ്ട് അവിടെ അവർ മിണ്ടാണ്ട് അവിടെ ഇരുന്നോണം എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്കത് കേൾക്കാമല്ലോ. ഫ്രണ്ട്സ് ആരും അത് പ്ലേ ചെയ്യാൻ സമ്മതിക്കില്ല. അതെന്താന്ന് എനിക്ക് കുറച്ചൊരു ഓൾഡ് സ്കൂളാണെങ്കിൽ കുറച്ച് അങ്ങനെ അത് പറയാറുണ്ടോ? ഞാൻ ഭയങ്കര ഓൾഡ് സ്കൂളാണെന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്ക് പുതിയ സോങ്സ് ഇഷ്ടമാണ്. ഞാൻ ഡ്രംസ് പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ടൂള് പോളിഫി ഒക്കെ കേൾക്കുന്ന സമയത്ത് അവർ നിന്റെ ടേസ്റ്റ് ഭയങ്കര വിയേർഡ് മിക്സ്ചറാണ്. അപ്പം ഞാൻ പറഞ്ഞു അതെ, കുറെ ഓൾഡ് സ്കൂളാണെന്ന് വെച്ചാൽ അങ്ങനത്തെ കുറെ തോട്ട്സ് ഉണ്ട്, കുറെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്തകളും ഉണ്ട്. അത് ചിലരങ്ങനെ ആണല്ലോ, ചിലർക്ക് അത് മിക്സ്ചറായിട്ടാണ് അനുഭവപ്പെടുക. അപ്പം നമ്മൾ എല്ലാം ഉൾക്കൊള്ളുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റെ സോങ്ങിൻ്റെ ടേസ്റ്റ് ഭയങ്കര വിയേർഡാണ്. വിയേർഡ് എന്ന് പറഞ്ഞാൽ പോലെ ഭയങ്കര എക്സ്ട്രീമാണ്. അപ്പം ഞാനിപ്പോൾ സന്യാസിന് കേൾക്കും, കുറച്ച് വെച്ചാൽ ഞാൻ 46 സോങ് കേൾക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കേൾക്കുന്നതും ഇഷ്ടമാണ്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ സോങ് മാത്രം എനിക്ക് എപ്പോൾ കേട്ടാലും ഞാൻ ഓക്കെ ആവും. കാരണം എനിക്ക് അതിൻ്റെ ലിറിക്സ് ഭയങ്കര ഇഷ്ടമാണ്. മിക്ക സോങ്സിൻ്റെയും എനിക്ക് സോങ് ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ ലിറിക്സ് ആണ്. അത് പണ്ടും അങ്ങനെയാണ്, ഇപ്പം മാത്രമല്ല. ലിറിസിസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ അതിന് മാറ്റം ഉണ്ടോ എന്ന് എല്ലാവരും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു മാറ്റവും ഇല്ല. കാരണം നമ്മൾ മ്യൂസിക്കലി കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ. അപ്പം മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ടാണോ ഇപ്പം നിൻ്റെ കേൾവി അതോ ലിറിക്സിനെ ആണോ എന്ന്. ഞാൻ പറഞ്ഞു മോഡേൺ സോങ്സ് അല്ലെങ്കിൽ കുറച്ചൊരു ഇപ്പോൾ ഇറങ്ങുന്ന സോങ്സിൽ കുറച്ചുകൂടി മ്യൂസിക്കാലിറ്റി കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ ലിറിക്സിൽ ഭയങ്കര ഒബ്സസ്ഡ് ആണ്. എനിക്കൊരു പാട്ടിൻ്റെ ലിറിക്സ് ഭംഗിയില്ലെങ്കിൽ ആ പാട്ട് ഇഷ്ടമാവാറില്ല. അപ്പം മരണമെന്ന നേരത്തെ ലിറിക്സ് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ, അതുകൊണ്ടായിരിക്കും. റഫീഖ പറയാം ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇത്രയും ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അത് വേറെ ആരും ഇതുപോലെ പറയാൻ, അത് ഈ പ്രണയം ചോദിക്കുമ്പോൾ പറയാൻ ഒരു ചാൻസ്. അതെ. അതാണ് അത്. ഒരു FM പോയപ്പോൾ ഒരാള് ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഇത് കാര്യമായിട്ട് പറഞ്ഞാണോ എന്ന് ചോദിച്ചു. ക്യാമറ കട്ട് ചെയ്യാൻ പറഞ്ഞു. അത് FM ചോദിച്ചപ്പം ഹരിത തമാശക്ക് പറഞ്ഞാണോ? ഞാൻ പറഞ്ഞു അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ, പൊയ്ക്കോന്ന് പറഞ്ഞു.
അങ്ങനെ. അല്ല നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോ അങ്ങനെ തോന്നും. പക്ഷെ അതിലെനിക്ക് അതിശയോക്തി തോന്നാറില്ല. മേ ബി അതെന്റെ അല്ല പിന്നെ പ്രണയം പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ചെയ്യും. അതെ അതെ, ആ വരികളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ആക്ച്വലി അതിൽ ഭയങ്കര പ്രണയമാണ്. ഓക്കെ. ഈ കളങ്കാവലിലെ സോങ് കംപ്ലീറ്റ് ആക്കാൻ 1 മിനിറ്റ് സോങ് ആണ്, അത് കംപ്ലീറ്റ് എത്ര സമയം എടുത്തു? ഹാഫ് ആൻ അവർ. അതായത് ഈ സോങ്ങിനാണ് ഹാഫ് ആൻ അവർ എടുത്തത്. ഞാൻ യൂഷ്വലി പെട്ടെന്ന് എഴുതാറുണ്ട്. വെള്ളപ്പങ്കടയിൽ വെള്ളപ്പം ചുടുന്ന പോലെ ഈസിയാണോ? അല്ല, ഞാൻ ആക്ച്വലി ഇപ്പൊ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ പ്രണയാരവം സോങ് പെട്ടെന്ന് എഴുതിയതാ, അകം സോങ് പെട്ടെന്ന് എഴുതിയതാ. അപ്പോൾ കളങ്കാവിൽ വന്നപ്പോൾ എനിക്കറിയില്ലല്ലോ ഇത് സമയമെടുത്ത് ചിന്തിച്ചിട്ട് എഴുതണം എന്നൊന്നും നമ്മൾ ആ സമയത്ത് ചിന്തിച്ചില്ല. ഞാൻ മുജിബ് ഒരു ഡ്രാഫ്റ്റ് എഴുതി കൊടുത്തു, ഇത് ഓക്കെ ആണോ ചോദിച്ചു. അപ്പം ഒരു വാക്കിൽ മണ്ണിലും എൻ കാതൽ അടങ്കും ഡാഷ് വിണ്ണോട് നീ സൊല്ലുതെന്നായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ എന്ത് എഴുതും? അപ്പം ഞാൻ ചോദിച്ചു ഇയാളുടെ ക്യാരക്ടർ എന്താ, മമ്മൂക്കാൻ്റെ ക്യാരക്ടർ എന്താ? അപ്പോൾ എനിക്ക് ഫുള്ള് ഫിലിം സ്റ്റോറി മുജിബ് പറഞ്ഞു തന്നു. ഇങ്ങനെയാണ്, അതായത് ഫുള്ളായിട്ട് ട്വിസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതായത് ആളുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് പാട്ട് കേൾക്കുന്നതുമായിട്ട് അത് റിലേറ്റ് ചെയ്യുമല്ലോ. അതെ അതെ, ആളുടെ മൈൻഡ് സെറ്റും ആളുടെ പേഴ്സ്പെക്റ്റീവ് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളി അത് കൺവേ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പാടുന്നത് ഫീമെയിൽ വോക്കലിസ്റ്റ് ആണോ മെയിലാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. എനിക്ക് മുജിബിന്റെ വോയിസിലാണ് ഇത് വരുന്നത് ഫസ്റ്റ്. അപ്പം മെയിലാണോ എന്ന് എനിക്ക് അറിയണമല്ലോ പാടുന്നത്. അപ്പം മുജിബ് പറഞ്ഞു ഫീമെയിലാണ് പാടുന്നത്. അപ്പം ഞാൻ ഓക്കെ പൊയ് വിണ്ണോട് നീ സൊല്ലുതെന്ന് എഴുതട്ടെ. എഴുതിക്കോ. മുജിബ് എല്ലാത്തിനും ഓക്കെ ആയിരുന്നു, കാരണം സൗണ്ടിങ് ഓക്കെ ആയപ്പോൾ തന്നെ മീനിങ് മുജിബിന് ഇഷ്ടമായി വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പൊയ്ന്ന് എഴുതാം, പൊയ് വിണ്ണോട് നീ സൊല്ലുതേ. അതൊരു കള്ളമാണല്ലോ, അത് സിനിമ കാണുന്നവർക്ക് മനസ്സിലാകും. അപ്പം സിനിമ കണ്ട മനുഷ്യർക്ക് അതിനെപ്പറ്റി എന്താണ് സിനിമയിൽ നടക്കണമെന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു പൊയ് എന്നുള്ള വേർഡ് വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം മുജിബ് കൊള്ളാടോ അത് വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ പോയി വിണ്ണോട് നീ സൊല്ലുതേ എന്ന് എഴുതി. പിന്നെ മലരെ അഴകൻ മൊഴികൾ എന്നാക്കി. അഴകിൻ മൊഴികൾ എന്നാണ് ആദ്യം വെച്ചിരുന്നത് ഞാൻ എഴുതിയത്. പിന്നെ അഴക് എൻ മൊഴികൾ എന്നാക്കി. അപ്പം എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഒരു പ്രിവിലേജ് ആയിട്ട് എനിക്ക് ഈ മൂവിയിൽ ഫീൽ ചെയ്തു. അപ്പം ഞാൻ മുജിബ് ഭയങ്കര ഓക്കെ ആയിരുന്നു. അപ്പം എല്ലാം കൊണ്ടും ആ പാട്ട് അത്ര ഉള്ളെങ്കിലും എഴുതി കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷം കിട്ടി. കാരണം ട്യൂൺ അനുസരിച്ചല്ലേ എഴുതുന്നത്. എനിക്ക് ആ ട്യൂൺ കേട്ടപ്പോൾ ഈ വരികളാണ് വന്നത്. അപ്പോൾ എനിക്ക് മാറ്റണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ മുജിബ് കറക്റ്റാ, തനിക്ക് ഓക്കെ ആണോ, മീനിങ് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ. എന്നിട്ട് കുറേ ആലോചിച്ചപ്പോൾ മീനിങ് ഓക്കെ ആണോ. ഇല്ല, പിന്നെ അവർക്ക് സബ് ടൈറ്റിൽ സോങ്ങിന്റെ ബ്രേക്ക് ഡൗൺ മീനിങ് വേണമായിരുന്നു. അത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ലിയോൺ. അപ്പോൾ ലിയോണിനെ കൊണ്ട് ഞാൻ അപ്പം തന്നെ ഇത് അയച്ചു കൊടുത്തു, ഇതാണ് മീനിങ് എന്ന് പറഞ്ഞിട്ട് എഴുതി അയച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് ഓക്കെ. ഇപ്പം അരമണിക്കൂർ എടുത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം കേട്ടോ. അതായത് നമുക്കിങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസ് ഒക്കെ വേണം എന്നൊക്കെ. അത് ആക്ച്വലി അവരുടെ റിക്വയർമെന്റ് പോലെ ഇരിക്കും. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു സോങ് വരാണ് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധിതരായി എഴുതേണ്ടി വരാറുണ്ട്. ചിലർ സമയം തരും, ചിലർ പെതിയെടുക്കാൻ ടൈം, ചിലർ പറയും ടൈം എടുത്തോളൂ, ചിലർ പറയും ഹരിത ഇപ്പോൾ വേണം കേട്ടോ, സിംഗർ ഇപ്പോൾ വരും പെട്ടെന്ന് എഴുതും എന്നുള്ളത് കൊണ്ടാണല്ലോ അവരെന്നെ വിളിക്കുന്നത്. സമയം എടുത്ത് എഴുതാനാണെങ്കിൽ അവർക്ക് വേറെ ആരെങ്കിലും വിളിച്ചാൽ പോരെ. അപ്പോൾ അവരുടെ ഒരു വിശ്വാസമുണ്ട്. ഈ സമയം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ നല്ല ഔട്ട്പുട്ട്. അങ്ങനെയില്ല, ഞാൻ ആക്ച്വലി ട്യൂൺ ഇങ്ങനെ കേട്ട് തന്നെ എഴുതിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ആ മാക്സിമം ഇൻപുട്ട് ഞാൻ എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വന്ന കുറേ സോങ്സിൽ അവർ കുറേ ടൈം തന്നു, വേറെ കുറേ മൂവീസിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏത് ഡേറ്റിലാണ് വേണ്ടത് ചോദിക്കും. അപ്പോൾ ആ ഡേറ്റിൽ ഞാൻ ആക്ച്വലി അതിന് വേണ്ടി ഇരിക്കുകയുള്ളൂ. എനിക്ക് ആ കൊടുക്കേണ്ട ദിവസമേ ഞാൻ ഇരിക്കാറുള്ളൂ. എക്സാമിൻ്റെ അപ്പം പഠിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് പിന്നിൽ നമ്മുടെ ഒരു എഫേർട്ട് ഉണ്ട് കേട്ടോ. അതായത് ഞാൻ ആക്ച്വലി വായിച്ചിട്ടുള്ള ബുക്സും എഴുതിയിട്ടുള്ള വേർഡ്സും ഒക്കെ എൻ്റെ മനസ്സിൽ എവിടെയോ കിടക്കുന്നത് കൊണ്ടാണല്ലോ എനിക്ക് എഴുതാൻ പറ്റുന്നത്. ആ ഒരു മൊമെന്റിൽ ഇതെല്ലാം ഇങ്ങനെ മേർജായി കറക്റ്റ് വരണം, നമ്മുടെ എഴുത്തിൽ അത് വരണം എന്നുള്ളതാണ്. അത് നമ്മൾ പണ്ട് ചെയ്ത കാര്യങ്ങളുടെ ഒക്കെ ഇതാണ്, എന്താണ് ഒരു റിസൾട്ടാണ് ആ കാണുന്നത്. അപ്പോൾ അതിനെ ഞാൻ കുറച്ച് കാണാനല്ല, പക്ഷെ എനിക്ക് ആ ലാസ്റ്റ് ഡേ ഒരു ടൈം ഞാൻ ഇരിക്കും, അതിന് വേണ്ടിയിട്ടിരിക്കും. ആ മൊമെൻറ്റിൽ ഞാൻ എഴുതും, അത് അവർക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കും, പിന്നീടാണ് കറക്ഷൻസ് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ ഞാൻ ഒരു ഡ്രാഫ്റ്റ് കൊടുക്കുന്നു പെട്ടെന്ന് തന്നെ എഴുതിയിട്ട്, അല്ലെങ്കിൽ കുറേ സമയം എടുത്ത് എഴുതി കൊടുക്കുന്നു, പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് അവരതിന് റെസ്പോണ്ട് ചെയ്യുന്നു, പിന്നെ അതിൽ വീണ്ടും വർക്ക് ചെയ്യുന്നു. അങ്ങനെയല്ല, ഞാൻ ആ വേണ്ട ഡേറ്റ് അവർ പറയുന്ന ഡേറ്റിലങ്ങ് ഫിനിഷ് ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ, അവർക്ക് നെക്സ്റ്റ് വർക്ക് ചെയ്യാം, എനിക്കും അടുത്ത വർക്ക് ചെയ്യാം. അങ്ങനെ. ഇപ്പൊ ഈ എഴുതിയ നമ്മുടെ പാട്ടുകളിൽ കുറച്ച് ഭയങ്കര ഡെപ്ത് ഉള്ള ലൈൻസ് ഉള്ളത് തീയേലാണ്. തീയെ കുറച്ച് ഡെപ്ത് ഉണ്ട്. ഡീകോഡ് ചെയ്യാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാം നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. അതിനകത്ത് ഞാൻ വരികളുടെ ഇടയിലൂടെ പോകുന്ന ഒരാളൊന്നും അല്ല, പക്ഷെ ഞാൻ ഇന്നത്തെ ഇതിനെ പ്രിപ്പയർ ചെയ്തപ്പോ അതിനകത്ത് വേരിന് നാവുണ്ടോ അങ്ങനെ ഒരു ലൈൻ കണ്ടു. പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുക പറഞ്ഞാൽ മനസ്സിലായി. അത് ഡെപ്തിൽ ചിന്തിച്ചിട്ട് തന്നെ എഴുതിയതാണ്. കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ആ മൂവി. ആ ഒരു
അതിന്റെ ജേണി അങ്ങനെയായിരുന്നു. ആ ഒരു വൈരം എന്ന് പറയുന്ന ഡയമണ്ടിന്റെ ജേണി അങ്ങനെയായിരുന്നു. എന്തോ എക്സ്പ്ലെയിൻ ചെയ്തത് ഇത് ഏത് മൂഡ് സോങ് വേണം അങ്ങനെ പറഞ്ഞു. ഒരു ഡയമണ്ട് അതിന്റെ ജേണി പറയുന്നത് പോലെ. ഓ ഓക്കെ. അങ്ങനെയാണ് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ഡയമണ്ട് എങ്ങനെ ഉണ്ടാവുന്നത് പഠിച്ചിട്ടുണ്ട്. അതെ, ഞാൻ ആക്ച്വലി അങ്ങനെയാണ് എഴുതിയത്. ഡയമണ്ട് ഉണ്ടാവുന്ന ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ട് ഞാൻ എങ്ങനെ ഇത് ഉണ്ടാവുന്നത്, എത്ര ഫേസസ് ഉണ്ട്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് എഴുതിയത്. ഒന്ന് റെഫർ ചെയ്തു, ഒന്ന് റീസെർച്ച് ചെയ്തു. പിന്നെ ആ മ്യൂസീഷ്യന് വേണ്ടത് എന്താണെന്ന് അയാൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ഇതിനുള്ളിൽ നിന്നിട്ട് വേണം ഞാൻ എഴുതാൻ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ലിമിറ്റേഷനിൽ തന്നെ എടുത്തിട്ട് അങ്ങനെ റിസർച്ച് ചെയ്ത് അതിനുള്ളിൽ നിൽക്കുന്ന പോലത്തെ വരികൾ വേണമല്ലോ. അപ്പം വേരുന്നാവെന്ന് എഴുതാൻ കാര്യം റൂട്ടിന്റെ ഒരു കോഴ്സ് എന്നുള്ള രീതി വേരുപാട്. പിന്നെ ഡയമണ്ടിന്റെ ഒരു ജേണി പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ആ ബേസ് ഡെപ്ത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ എഴുതിയതാ. പക്ഷെ അധികം പേരെ സോങ് കേട്ടിട്ടില്ല എന്നാ തോന്നണേ. ഞാൻ ആക്ച്വലി ഇതിന് വേണ്ടിയിട്ട് അല്ല ഈ പാട്ട് കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇതുപോലെ ഈ വരികൾക്കിടയിലൂടെയുള്ള സഞ്ചാരം ചിലപ്പോ എന്റെ ഫ്രണ്ട്സ് പറയും, നിന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നീ ലിറിസിസ്റ്റ് ആയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലിറിക്സ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. കാരണം അതിൽ കൂടെയുള്ള ട്രാവൽ ഭയങ്കര രസമുണ്ട് പറഞ്ഞു. അപ്പം ഞാനിത് നേരത്തെ ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് പുതുമ തോന്നാറില്ല. അപ്പം ഇവരൊക്കെ ലിറിക്സ് തെറ്റിച്ച് പാടുമ്പോൾ ഞാനിങ്ങനെ ഞാൻ പറയും തെറ്റിക്കരുത്. അപ്പം എൻ്റെ മുന്നിൽ പാട്ട് പാടുമ്പോൾ എല്ലാവരും കറക്റ്റ് ആണോന്ന് അറിയില്ല, പക്ഷെ ഞങ്ങൾ പാടാണ്. അങ്ങനെയാ പാടാൻ ഇഷ്ടമാണോ അല്ലെങ്കിൽ പാടാൻ ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് പാടും, അങ്ങനെ ആരുടെ മുന്നിൽ പാടില്ല. എഴുതുന്ന എല്ലാവരും പാടണം നിർബന്ധമില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. എഴുതുന്നവർക്ക് പാടാൻ അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്കൊരു മ്യൂസിക്കൽ നോളജ് ഉണ്ടാവണം, ഒരു മീറ്റർ നോളജ് ഉണ്ടാവണം, റിതമിക് സെൻസ് ഉണ്ടാവണം. അപ്പം അത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ മ്യൂസിക്കലി അത്രയും നോളജ് സംഗീതത്തിലേ നമുക്കിങ്ങനെ പാടണം അല്ലെങ്കിൽ ഒരു ഗായകന് മാത്രമേ എഴുതാൻ പറ്റൂ, അല്ലെ എഴുതുന്നവരെല്ലാവരും ഗായകരാകണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. എഴുതുന്ന എത്രയോ പേർക്ക് പാടാറില്ല എന്നറിയോ. അപ്പൊ എല്ലാവരും ചോദിക്കും എഴുത്തുകാരിയല്ല അപ്പം ലിറിസിസ്റ്റ് അല്ല അപ്പൊ പാടുമായിരിക്കും അല്ലേ. അപ്പൊ ഞാൻ പറയാം അതെന്ത് ലോജിക്കാണ്. അങ്ങനെയല്ല, എഴുത്തുകാർക്ക് പാടണോ ലിറിസിസ്റ്റുകൾക്ക് പാടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കാൻ അറിയണം. നമ്മൾ ഏതൊരു മീറ്ററിലാണ് എഴുതിയത് എന്നുള്ളത് മ്യൂസീഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ അറിയണം. അത് കൺവേ ചെയ്യണം. ഈ മീറ്ററിലാണ്, കാരണം ട്യൂൺ കിട്ടിയിട്ടാണല്ലോ നമ്മൾ വരികൾ എഴുതുന്നത്. അപ്പൊ ആ ട്യൂണൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് പാടി കൊടുക്കാം. ആ ഒരു സാഹസം ഞാൻ കാണിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ പറയും വേറെ ആരും കേൾക്കരുത്, ട്രാക്ക് പാടുന്ന ആളും മ്യൂസീഷ്യനും അല്ലാതെ വേറെ ആരും കേൾക്കരുത്. കാരണം പിച്ചൊക്കെ തെറ്റായിരിക്കും. ഞാൻ പണ്ടാണ് പാട്ട് പഠിച്ചത്, ഇപ്പൊ ഞാൻ പഠിക്കണില്ല. അപ്പൊ എനിക്കും കൂടെ ഉള്ളത് എല്ലാ സിംഗേഴ്സും പഠിക്കാൻ കണ്ടിന്യൂ ചെയ്യണം തോന്നുന്നുണ്ട്. പക്ഷെ പുറത്ത് പാടില്ല, ഈ ഒരു പേർപ്പസിന് വേണ്ടി മാത്രം. അഭിനയം എന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ സിംഗേഴ്സും ആക്ടേഴ്സും ഒക്കെ തന്നെയാണ്. എനിക്ക് പരിചയമുള്ളവർ, കൊച്ചിയിലുള്ളവര് എല്ലാവരും ആക്ടേഴ്സും സിംഗേഴ്സും ആണ്. അപ്പം നമുക്ക് അബദ്ധം പെട്ടെന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാകാൻ പോകുന്ന അബദ്ധത്തിനെ പറ്റി ഞാൻ ബോധവതിയാണ്. അപ്പൊ എന്തിനാ വെറുതെ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് 2 പെൺകുട്ടികൾ, ഞാനും മറ്റേ കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് കുഴപ്പമില്ല, ധൈര്യമായിട്ട് അഭിനയിച്ചു. പക്ഷെ അത് ആൾക്കാർ കാണുമല്ലോ എന്നാലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ. ഇല്ല, സ്വാതി എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. സ്വാതി വരാൻ പോണേ ഉള്ളൂ, ഇറങ്ങാൻ പോണേ ഉള്ളൂ. ഫെസ്റ്റിവൽ മൂവി ആയിരിക്കും അത്. പക്ഷെ അത് ഞാൻ അധികം പബ്ലിസിറ്റി കൊടുക്കാറില്ലായിരുന്നു. ഇപ്പൊ ഇന്റർവ്യൂ കാണുമ്പോൾ എല്ലാവരും അറിയും. അത് പക്ഷെ ഒരു നല്ലൊരു ആർട്ട് ഫിലിം പോലെ അവള് ചെയ്തതാ. ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാനത് ചെയ്തതാ. അല്ലാതെ ആക്ടിങ്ങിന് വരുന്ന കോഴ്സ് ഒന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. എനിക്ക് എഴുത്ത് ഭയങ്കര ഓക്കെയാണ്, കംഫർട്ടബിൾ ആണ്. അപ്പം അങ്ങനെ പോവാൻ തന്നെ കരുതുക. കാരണം മേഖല വിട്ടിട്ട് എന്തായാലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഇതുകൊണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ ഫുൾ ടൈം ലിറിസിസ്റ്റും പാർട്ട് ടൈം ഡോക്ടറും ആണെന്നാണ് ക്ലിനിക്കിൽ അവർ പറയണത്. അതായത് എനിക്ക് കുറച്ച് ദിവസങ്ങളിൽ ക്ലിനിക്കിൽ പോയാൽ മതി. ഇപ്പോൾ അവരങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ എഴുത്ത് കൂടുന്നതനുസരിച്ച് നമുക്ക് അത്രയും കമ്മിറ്റ്മെന്റ് അവിടെ കൊടുക്കാൻ പറ്റില്ല എന്നൊരു ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ആദ്യം മുതലേ ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ ഒരു ലാസ്റ്റ് 2 years ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഫുൾ ടൈം ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാത്തത്. ഭയങ്കര ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. അപ്പം നമ്മൾ അത്ര എഫേർട്ട് ഇടണമല്ലോ അതിൽ. ഇതാകുമ്പോൾ എനിക്ക് കുറച്ച് ദിവസങ്ങളിലേക്ക് അപ്പോയിൻമെന്റ് കൊടുത്താൽ മതി. അപ്പം ഞാൻ അങ്ങനെ തന്നെ ഇരിക്കണം. പക്ഷെ പേഷ്യൻസ് പോകുന്ന ഗ്യാപ്പിൽ ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഒരു പേഷ്യന്റ് പോയിട്ട് വേറൊരാൾ വരുന്ന ഗ്യാപ്പിൽ വരെയും നമുക്ക് എഴുതേണ്ടി വന്നിട്ടുണ്ട്, സോങ് എഴുതി കൊടുക്കേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ അതാ ആലോചിക്കുന്നത്. കാരണം ഈ കല എന്നൊക്കെ പറയുമ്പോൾ ഒരു മൂഡും ആ സംഭവമൊക്കെ വേണമെന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് എപ്പോഴും എഴുത്ത് മൂടുണ്ട്. ആക്ച്വലി ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഒക്കെ വരുന്ന സമയത്ത് ഒന്ന് എനിക്ക് ഉറങ്ങിയൊക്കെ ശരിയാവും. അപ്പം ബ്ലോക്ക് വരുമ്പോൾ ഞാനൊന്ന് നന്നായിട്ട് ഉറങ്ങി ഒന്ന് ശരിയായി അങ്ങനെ റിലാക്സ് ചെയ്യുക. പാട്ട് കേൾക്കാൻ പറ്റില്ല ആ സമയത്ത്. ഒന്ന് റിലാക്സ് ആയി ബുക്സ് ഒക്കെ വായിക്കാൻ പറ്റിച്ച് അങ്ങനെ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യും. എവിടെയെങ്കിലൊക്കെ പോയിട്ട് വരുമ്പോൾ ശരിയാവും. ബ്ലോക്ക് വരുമ്പോൾ യൂഷ്വലി ട്രാവൽ ചെയ്യാറാണ് പതിവ്. പ്രതിഭ ട്യൂട്ടോറിയൽ അല്ലേ സ്റ്റാർട്ടിങ്? അതെ, അമീറയാണ് സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞിട്ട് പ്രതിഭ ട്യൂട്ടോറിയൽസ്. അമീറ എന്നൊരു മൂവിയിൽ ആദ്യം എഴുതി.
ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇത്രയും സോങ്സ് എഴുതിയാൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് അല്ലെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയത് ഏത് എഴുതിയപ്പോഴായിരിക്കും? ബുദ്ധിമുട്ടിയത് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഞാൻ ഓക്കെ ഈ സോങ്ങിന് വേണ്ടി ഞാൻ ഇന്ന് ഇരിക്കാൻ പോണു എന്ന് തന്നെ പറഞ്ഞിട്ട് ഞാൻ ഇരുന്നൊരു സോങ് ഇപ്പം ഇറങ്ങിയ ഒരു സോങ്ങാണ് നനവേകാതെ നീ എന്ന് പറഞ്ഞിട്ട് അതിഭീകര കാമുകൻ മൂവിയിൽ ഒരു സോങ് ഉണ്ട്. അത് കാരണം അത്രയും വേദന വരണമായിരുന്നു ആ സോങ്ങിന്. അപ്പം ഞാൻ ഓക്കെ ഇരിക്കാം അങ്ങനെ. അത് ബാക്കിയെല്ലാം എനിക്ക് അധിക സമയമില്ല അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ തന്നെ ഞാൻ ഇരിക്കുള്ളൂ. ഇത് പക്ഷേ ബിബിൻ അശോകാണ് മ്യൂസിക്. ബിബിൻ എനിക്ക് ഒരുപാട് സമയം തന്നു, മാസങ്ങളോളം സമയം തന്നു. നേരത്തെ ട്യൂണ് തന്നിട്ട് ഇഷ്ടമുള്ള എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. എന്തായിരുന്നു മൂഡ് പറഞ്ഞത്? ബ്രേക്കപ്പ് ആണ്. അപ്പൊ അത്രയും പെയിൻ വരണം, അങ്ങനത്തെ ഒരു മൂഡ് വരും, അങ്ങനെ ആലോചിച്ച് എഴുതിക്കോളൂ പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരുപാട് സമയം ഉള്ളത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓരോ സമയം എടുത്ത് പതിയെയാണ് ആ പാട്ട് എഴുതിയത്. ആക്ച്വലി പെട്ടെന്ന് എഴുതാം, കാരണം പല്ലവി അനുപല്ലവി സ്റ്റുഡിയോ ഇരുന്നതിന് ഞാൻ എഴുതിയിട്ട് വന്നു. ബാക്കി കുറച്ച് പോർഷനും കൂടി ഉണ്ട്, അത് ഒന്നും കൂടി ആലോചിച്ച് മാറ്റി പിന്നെ ഞങ്ങൾ പല്ലവി മാറ്റി. അങ്ങനെ കുറേ സമയം എടുത്തത് ഈ ഒരു പാട്ടിലാണ്. പക്ഷെ ഇപ്പം ആ പാട്ട് കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചോളാം, രണ്ട് രീതിയിലും എഴുതിയാലും വർക്കാവുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഡെലിബറേറ്റ്ലി സമയമെടുത്ത് എഴുതണം അങ്ങനെ വിചാരിക്കണതല്ല. ചില പാട്ടുകൾ അങ്ങനെ സംഭവിക്കും, നമ്മുടെ പ്ലാനിങ്ങിലൊന്നും അല്ല ഇത് നടക്കുന്നത്. പ്രണയാരവം സോങ് പെട്ടെന്ന് എഴുതിയതാ, ഞാൻ പറഞ്ഞില്ലേ, അത് ആക്സിഡൻ്റലി സംഭവിച്ചതാ. ഞാൻ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കൊടുത്തതാ, പക്ഷെ അത് അങ്ങനെ ലോക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പം അത് ഓക്കെ ആയി. ഇത് കുറേ എഴുതിയപ്പോൾ നമ്മൾ മാറ്റി സമയം ഉണ്ടായിരുന്നു. ഈ സോങ്ങിന് അത്രയും സമയം കിട്ടി, അതുകൊണ്ട് അങ്ങനെ പറ്റി. പക്ഷെ ആ സോങ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ഒരു സോങ് കൂടി ഇറങ്ങാനുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്ന ആ പാട്ടാണ്. ഈ എഴുതുന്ന സമയം ബ്രേക്കപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മൈൻഡിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്യുമോ? അങ്ങനെയാണോ? എനിക്ക് ഇവരുടെ ഷോർട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ മൂവിയുടെ വിഷ്വൽസ് എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഇയാൾ അനുഭവിക്കുന്ന വേദന, ഈ മൊമെന്റിലാണ് ഈ സോങ് വരുന്നത്, ഈ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ഇതായിരുന്നു, ഇയാൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പം ഭയങ്കര റോ ആയിട്ടുള്ള ലിറിക്സ് വേണമെന്ന് പറഞ്ഞു. ഞാൻ യൂഷ്വലി കുറച്ച് പൊയറ്റിക്കായിട്ട് കുറച്ച് കട്ടി വേർഡ്സ് ഒക്കെ, എനിക്ക് അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യുന്നൊന്നും ഇഷ്ടമായിരുന്നില്ല. എനിക്ക് പേഴ്സണലി സ്പൂൺ ഫീഡ് ചെയ്ത് ലിറിക്സ് കൊടുക്കുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് ആൾക്കാർ ചിന്തിച്ചോട്ടെ എന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു. എന്തിനാണ് ആ വേർഡ് അങ്ങനെ, കാരണം എനിക്ക് ഡീകോഡ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ കരുതി ഒക്കെ ആൾക്കാർക്ക് കുറച്ച് ഡീകോഡ് ചെയ്യാൻ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പണ്ട്. പക്ഷെ എല്ലാ മ്യൂസിഷ്യൻസിനും അത് വേണ്ട. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ മതി, ഭയങ്കര റോ മതി എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ കൊടുത്തതാണ്. അപ്പം ഈ സോങ്ങിൽ ബിബിൻ്റെ ഏക ഡിമാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര റോ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, ഒറ്റ വേർഡ് പോലും ആൾക്കാർക്ക് അറിയാത്തത് ഉണ്ടാവരുത് എന്ന്. അപ്പം അങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്തപ്പം എനിക്കിഷ്ടമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന സോങ്സിൽ ഞാൻ അത്യാവശ്യം അങ്ങനെ തന്നെ എഴുതി. ചിലർ പറയും നല്ല കാവ്യാത്മകത വേണം, എല്ലാവർക്കും ഒന്നും മനസ്സിലാവേണ്ട. പക്ഷെ ഹരിതയോട് ഹരിത ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ളൊരു ജസ്റ്റിസ് ചെയ്യുന്നൊരു ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, അങ്ങനെ മതി. പക്ഷെ അങ്ങനെ അല്ലാത്ത സോങ്സും പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടാവുന്നുണ്ടല്ലോ. അപ്പം ഞാൻ രണ്ട് രീതിയിലും മ്യൂസീഷ്യൻസിൽ റെസിസ്റ്റാണ് ഞാനെന്ന് തോന്നുന്നു. അവർ പറയണ പോലെ എനിക്ക് റിക്വയർമെന്റ് എന്താണോ അങ്ങനെ എഴുതി കൊടുക്കാന്നേ ഉള്ളൂ. ആഡ്സിനൊക്കെ ഭയങ്കര സിമ്പിളായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്, എല്ലാം ട്യൂൺസ് കിട്ടിയിട്ടുമാണ് എഴുതുന്നത്. അപ്പം അങ്ങനെ ഒരു ഫ്രീഡം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എഴുതാൻ പറ്റില്ല. അവർ പറയണ പോലെ എഴുതിയാൽ ആക്ച്വലി നല്ലതാ. അവരുടെ അങ്ങനത്തെ ഗൈഡ് ലൈൻസ് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും വളരാൻ, ഇംപ്രവൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അപ്പം ആ മൂവിയിൽ അടുത്തൊരു സോങ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കുറച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, പക്ഷെ എന്നാലും സിമ്പിളായിട്ടുള്ള വരികളും ഉണ്ട്. അപ്പോൾ ആ സോങ്ങിൽ തന്നെ ഇത് രണ്ടും ഞാൻ ട്രൈ ചെയ്തു. അപ്പോഴും നമുക്ക് പഠനമാണല്ലോ, ഇതൊക്കെ ഒരു ലേണിംഗ് ആണല്ലോ. അപ്പോൾ അതെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എഴുത്തിൽ. സാഹസത്തിന്റെ ഭാഗമായത് എങ്ങനെയായിരുന്നു? സാഹസം ബിബിൻ്റെ കൂടെ ഞാൻ ആ മുഖങ്ങൾ എന്ന് പറയുന്ന ഒരു മൂവിയിൽ നീല രാവിലെ എന്നൊരു സോങ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അധികം തിയേറ്ററിൽ ഓടാത്തൊരു പടമാണ്, പക്ഷെ പാട്ടിന് നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. സിത്താരേച്ചി പാടിയതാണ്. അത് കഴിഞ്ഞപ്പോൾ ബിബിൻ സാഹസം മൂവി വന്നപ്പം എന്നോട് പറഞ്ഞു എനിക്ക് സംസ്കൃത ലിറിക്സ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ സന്തോഷമായി. അങ്ങനെ അതിലൊരു ദ്രുത സഞ്ചാരക എന്നൊരു ലൈൻ, ഒരു നഗരമോ എന്ന് പറയുന്ന സോങ്ങിൽ തന്നെ ഇടയ്ക്ക് ഒരു സാൻസ്ക്രിറ്റ് പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്തു, അത് പെട്ടെന്ന് എഴുതാൻ പറ്റി. ഞാൻ സ്റ്റുഡിയോയിലിരുന്ന് എഴുതി കൊടുത്ത അത് മ്യൂസിക് സോങ്ങിൽ വന്നപ്പം നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പോൾ എനിക്കും അത് കേട്ടപ്പോൾ ഹായ് നല്ല സൗണ്ടിങ് ആണ്, സാൻസ്ക്രിറ്റ് അങ്ങനെ യൂസ് ചെയ്യാമെന്ന് പോലും നമുക്ക് തോന്നുന്ന ആ സമയത്താണ്. അതിന് മുൻപ് ആഡ്സിലൊക്കെ ഞാൻ സാൻസ്ക്രിറ്റ് എഴുതിയിട്ടുമുണ്ട്. ബിബിൻ്റെ തന്നെ ഒരു ആഡിൽ ഞാൻ സാൻസ്ക്രിറ്റ് എഴുതി. അത് കേൾക്കുമ്പോൾ താഴെ ആൾക്കാരുടെ കമൻസ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഫുൾ എക്സ്റ്റൻഷൻ ഫുൾ വേർഷൻ തരുമോ? അപ്പോൾ ബിബിൻ ഓക്കെ നമ്മൾ അടുത്ത സോങ് ചെയ്യുമ്പോൾ നോക്കാം എന്നൊക്കെ വിചാരിച്ചു. കറക്റ്റ് സാഹസത്തിന് അത് വന്നു. അത് കഴിഞ്ഞ് പ്രണയാരവം വന്നു, അതും സംസ്കൃതമാണ് കംപ്ലീറ്റ്ലി. പിന്നെ ഞാനപ്പോൾ ആലോചിച്ചു ഓക്കെ ട്രൈ ചെയ്യാമെന്ന് കരുതി ചെയ്തതാണ്. പക്ഷെ ആ രണ്ട് സോങ്ങും ആൾക്കാർക്ക് ഇഷ്ടമായി. അപ്പോൾ പ്രണയാരവം ഹിറ്റായ സമയത്ത് അത്യാവശ്യം റീൽസൊക്കെ പോയ സമയത്ത് ആൾക്കാർ ഇതിൻ്റെ ഫുൾ
ഫുൾ വേർഷൻ തരുമോ? ഞാൻ പറഞ്ഞു അത് അത്രേ ഉള്ളൂ, സോങ് അത്രേ ഉള്ളൂ. പിന്നെ ആ മൂവിയിൽ എനിക്ക് മലയാളം ഇല്ല, ഒരു ഇംഗ്ലീഷും 2 സംസ്കൃതമാണ് ഉള്ളത്. അപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടമായപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒട്ടും പ്രൊമോഷനും ഇല്ല, ഒന്നും ഇല്ലാണ്ടാണ് പ്രണയാരവം ഹിറ്റായത്. അപ്പം ഭയങ്കര താങ്ക്ഫുള്ളാണ് ഞാൻ ബിബിനോട് ആ കാര്യത്തിൽ, സംസ്കൃതം തന്നതിൽ. ഓക്കെ, ഈ സാഹസവും കളങ്കാവലൊക്കെ ഇറങ്ങിയ ശേഷം അമ്മയുടെ ഒരു അപ്രിസിയേഷൻ എങ്ങനെയാണ്? കാരണം അമ്മ തുടക്കത്തിൽ കുറച്ച്, അതായത് ഇപ്പൊ ഡോക്ടറായി കാണണമെന്ന് ആഗ്രഹിച്ചതാണല്ലോ. അതെ അതെ അതെ. ഇവിടെ സക്സസ്ഫുൾ ആ ഒരു പാത്തിലേക്ക് വന്നു. അപ്പൊ ഇപ്പൊ അമ്മയുടെ ഒരു അപ്രിസിയേഷൻ എങ്ങനെയുണ്ട്? അമ്മ എല്ലാ സോങ്ങും എന്നോട് വാങ്ങും. ഇത് റിലീസ് ആവുന്നതിന് മുന്നേ റെക്കോർഡിങ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം വാങ്ങി ഒറ്റയ്ക്കിരുന്ന് കേൾക്കും. അങ്ങനെ കൊള്ളാന്നൊന്നും പറയില്ല. പക്ഷെ ഈ നനവേകാതെ സോങ് എന്തോ ക്രിറ്റിസിസം ഉണ്ടോ? ഒന്നും പറയില്ല. അതാണ് ഞാൻ പറയുന്നു കേട്ടിട്ട് അഭിപ്രായം, നനവേകാതെ കൊള്ളാം. അതായത് അമ്മയ്ക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളത് ഇഷ്ടമാണ്. അപ്പൊ അമ്മ നനവേകാതെ കൊള്ളാം, ബിബിനോടൊന്ന് പറഞ്ഞേക്കുന്നു, ബിബിനോട്. അപ്പൊ ഞാൻ എന്നോടൊന്നും പറയാനില്ലേ ചോദിച്ചു. അപ്പൊ പറഞ്ഞു കൊള്ളാം, അതാ മാക്സിമം. അപ്പൊ അത്രേ ഉള്ളൂ. ഇന്നലെ എന്നോട് മന്നനെ പാട്ടൊന്ന് എനിക്കൊന്ന് അയച്ചിട്ടേരെ, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ മന്നനെ അയച്ചു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ കൊള്ളാം, എങ്ങനെയുണ്ട്? അപ്പൊ കുഴപ്പമില്ല. അല്ല, അത് അത്രേ പറയുള്ളൂ. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് എനിക്ക് മനസ്സിലായി. കുറേ കേൾക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ നാട്ടിൽ പോയിട്ട് വന്നപ്പോണ്ടല്ലോ ഫുൾ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു അത് നിന്റെ സ്റ്റാറ്റസ് കണ്ടോണ്ടിരുന്നതാന്ന്. ആക്ച്വലി എന്റെ സ്റ്റോറിയിൽ റീഷെയർ ചെയ്യുമ്പോ കണ്ടു. അത് കുറച്ച് കഴിഞ്ഞപ്പോ സ്പോട്ടിഫൈ, അപ്പൊ ഞാൻ സ്പോട്ടിഫൈയിൽ കേൾക്കുന്നുണ്ടല്ലോ പറഞ്ഞു. അമ്മ കേൾക്കും, പക്ഷെ അങ്ങനെ ഭയങ്കര അപ്രിസിയേഷൻ ഒന്നും അങ്ങനെ തരുമൊന്നുമില്ല. പക്ഷെ ആൾക്ക് ഇഷ്ടമാണ്, ഇപ്പൊ ഇഷ്ടമാണ്. അന്നേ അറിയായിരുന്നു ഞാൻ കുറച്ച് എഴുത്തിന്റെ പാതയിലേക്ക് പോകുന്നുണ്ടെന്ന് അറിയായിരുന്നു. പക്ഷെ സോങ് റൈറ്റിംഗ് അല്ലെങ്കിൽ ലിറിക് റൈറ്റിംഗ് മൂവി ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യും അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. അഭിനയത്തിലേക്ക് പോകുമോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ കോളേജിലും സ്കൂളിലും മറ്റേ നാടകങ്ങൾ, തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, അഭിനയത്തിലേക്കൊന്നും പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ ഒരു പെർഫോമൻസ് അങ്ങനെ ഒരു മൂഡായിരുന്നില്ല. വളർന്നപ്പോൾ എനിക്ക് എഴുത്ത് തന്നെ മതി ആയി മാറി. മ്യൂസിക് പഠിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്, അതൊക്കെ ഇഷ്ടമാണ്. അപ്പം അമ്മ അഭിനയത്തിലേക്കൊന്നും പോകരുത് കേട്ടോ, ഭയങ്കര ടെൻഷനാണ്, അതൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പം ഞാനില്ല, പേടിക്കണ്ട, എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ആക്ച്വലി അവർ പറയുന്നത് ഇപ്പം നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ അവരെ അവർക്ക് ഇപ്പോൾ ആക്ടിങ് ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ കൺവിൻസ് ചെയ്ത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാമല്ലോ. പക്ഷെ എനിക്കും അത്രയ്ക്ക് അങ്ങോട്ട് പാഷനേറ്റ് ആയിട്ട് ഞാൻ ആക്ടിങ്ങിനെ കണ്ടിട്ടൊന്നുമില്ല. തിയേറ്റർ ഇഷ്ടമായിരുന്നു കോളേജിൽ. അപ്പം അങ്ങനെ നാടകങ്ങളൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ അങ്ങ് പോകാമെന്ന് കരുതി. പക്ഷെ എഴുത്തിലേക്കായിരുന്നു എൻ്റെ ഡെസ്റ്റിനി എന്നെ കൊണ്ട് എത്തിച്ചത്. അപ്പം പിന്നെ അതിൽ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇടുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പം ഇപ്പം അമ്മ പറയേ ഞാനിതിനെ ഡോക്ടറാക്കാൻ വിചാരിച്ചാണല്ലോ, ഇത് സിനിമയിൽ തന്നെ എത്തിയല്ലോ. ഇപ്പം ഒന്നും പറയാനും പറ്റില്ല, കാരണം ലിറിസിസ്റ്റായി മാറിയപ്പോൾ പെർഫോമർ അല്ലല്ലോ. അപ്പം പിന്നെ പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സീക്രട്ട്ലി പ്രൗഡാണ്, കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇനി ഈ പറയുന്ന അതിഭീകര കാമുകരിൽ ഒരു സോങ് ഇറങ്ങാനുണ്ട്. സാഹസം മൂവിയുടെ OST ഇറങ്ങുമ്പോഴാണ് ആ ഇംഗ്ലീഷ് സോങ് ഇറങ്ങണേ. പിന്നെ വേറെ 2 മൂവി, എൻ്റെ പേര് എനിക്ക് തന്നെ അറിയില്ല, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ 11 എന്നൊരു മൂവി ഇറങ്ങാനുണ്ട്. പിന്നെ കുറേ ഇൻഡിപെൻഡൻറ്റ് സോങ്സ് ഇറങ്ങാനുണ്ട്. ഇതൊക്കെ ഏതോ കാലത്ത് മ്യൂസിക്കൽ വീഡിയോ ഒറിജിനൽസ് ഇറങ്ങാനുണ്ട്. ഇൻഡി സോങ്സ് തന്നെ പറയാം. അതൊക്കെ ഫ്രണ്ട്സിൻ്റെ വർക്കും ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സിൻ്റെ വർക്കുമായിട്ട് നമ്മൾ 2 വർഷം മുന്നേ ഈ അടുത്ത് അങ്ങനെ പല ടൈം ലൈനിൽ എഴുതി കൊടുത്ത വർക്ക്സാണ്. ഇതൊക്കെ ഇറങ്ങാനുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും സന്തോഷം ഒരു സോങ് ഇറങ്ങുമ്പോഴാണ്. കാരണം എന്നാണ് ഇറങ്ങാന്ന് അറിയില്ലല്ലോ. അപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഒരു സോങ് ഇറങ്ങി, ഇപ്പം അടുത്ത ആഴ്ച ഒരു സോങ് ഇറങ്ങും. അപ്പം ഇറങ്ങുന്ന ദിവസമാണ് നമ്മൾ ആക്ച്വലി സന്തോഷിക്കണത്, എഴുതുന്ന ദിവസമല്ല. ഇറങ്ങണമല്ലോ, വർക്ക് ഇറങ്ങണമല്ലോ. അങ്ങനെ എക്സൈറ്റ്മെന്റ് ഒന്നും എന്താകുമെന്നല്ല, എനിക്ക് ആ സോങ് ഇറങ്ങിയാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത്രേ ഉള്ളൂ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ അയച്ചു കൊടുക്കും. അവരുടെ അപ്രിസിയേഷൻ അതൊക്കെ എനിക്ക് ഭയങ്കര ഓക്കെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അറിയാത്തവരുടെ അപ്രിസിയേഷനും, ഇപ്പം എന്നെ അറിയാവുന്നവർ എന്തായാലും അപ്രിഷിയേറ്റ് ചെയ്യുമല്ലോ. അറിയാത്തവർ നമ്മളെ അല്ലാതെ ഇങ്ങനെ ഒരു പരിചയം ഇല്ലാത്തവരൊക്കെ ഇൻബോക്സിൽ വന്നിട്ടേ ഇങ്ങനെ മാഡം ആ സോങ് കേട്ടു, എൻ്റെ ലൈഫുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്, നിങ്ങൾ എങ്ങനെ എഴുതിയെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര, നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് അതിനെ അങ്ങ് വിടുകയാണല്ലോ. അപ്പം ഇവരത് ഏറ്റെടുത്ത് അവർക്കത് ഇഷ്ടമായി എന്ന് അറിയുന്നത് ഭയങ്കര സന്തോഷം. ഇന്നലെ ഒരു പയ്യൻ ഭയങ്കര ഇമോഷണലായിട്ട് മെസ്സേജ് അയച്ചു, ഒരു സോങ് അകം എന്നൊരു സോങ് ഉണ്ട്, അപ്പം എൻ്റെ ലൈഫാണ് അതെന്ന്. അപ്പം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ, അവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ്. ഇതേ അവസ്ഥ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മറ്റുള്ള ലിറിസിസ്റ്റുകൾ പണ്ട് സോങ് എഴുതുമ്പോൾ റഫീഖ, അൻവർക്ക, അവരുടെയൊക്കെ സോങ്, ഹരിയേട്ടൻ, അവരുടെയൊക്കെ സോങ്സ് കേട്ടിട്ട് ഞാനും ഇങ്ങനെ ഞാൻ ചിന്തിച്ച കാര്യങ്ങളാണല്ലോ ഇവര് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഓക്കെ, അങ്ങനെയൊക്കെ വേറൊരാളുടെ മൂഡിനെ ഹീൽ ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര. വേറൊരു ചേട്ടൻ ഫേസ്ബുക്കിൽ അയച്ചു,
മനുഷ്യർക്ക് മനസമാധാനം തരുന്ന 2 കാര്യങ്ങളാണ് ആതുര ചികിത്സയും സംഗീതവും. അപ്പം നമ്മുടെ ഹെൽത്തിനെ, ബോഡി ഹെൽത്തിനെ ഹീൽ ചെയ്യുന്നു, ഒന്ന് നമ്മുടെ ഒന്ന് ഫിസിക്കൽ ഹെൽത്തിനെയും ഒന്ന് മെൻ്റൽ ഹെൽത്തിനെയും ഹീൽ ചെയ്യുന്നു. അപ്പം ഐ എം ഹാപ്പി ദാറ്റ് നിങ്ങൾ അവിടെ എത്തിയെന്നുള്ളതിൽ. എനിക്കറിയില്ല, ഏതോ ഒരു ചേട്ടനാ അപ്പോൾ ഹരിത ഐ എം സോ ഹാപ്പി ഫോർ യു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അമ്മയൊക്കെ കൊണ്ട് ഇങ്ങനെ കാണിച്ചു. അതായത് നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അപ്പം അങ്ങനെ എത്തിയപ്പം സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്നതിന്. പിന്നെ പാട്ടുകളെ കുറിച്ച് ഇത്രയും ചിന്തിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അതിനുള്ളൊരു അവസരം എനിക്കൂടെ കിട്ടി. ആ വരികളിൽ മരിച്ചു പോകുന്നത് ആക്ച്വലി നല്ലതാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.